എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2021 മുതൽ 25 വരെ നമ്മുടെ കേരള PSC നടത്തിയിട്ടുള്ള കലാ, സാഹിത്യം, സംസ്കാരം, കായികം എന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇതെല്ലാം കൂടിയിട്ട് ഒരൊറ്റ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് മണിക്കൂർ കണക്ക് ഒരു വലിയൊരു ലെങ്തി വീഡിയോ തന്നെയാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് PSC 2021 മുതൽ എന്തൊക്കെയാണ് 10ാം ക്ലാസ് നിലവാരത്തിലും +2 നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാ ഒരു ക്വസ്റ്റ്യൻ വിടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻക്ലൂഡ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് സാഹിത്യം, അടുത്തതിൽ സംസ്കാരം, അടുത്തതിൽ കായികം, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്ന് മാത്രമാണ് ഈ നമ്മൾ സിനോണിയംസ് ആന്റോണിയംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുന്നുണ്ടല്ലോ, അതുപോലെയാണ് ഈ ടോപ്പിക്കും. കലാ, സാഹിത്യം, സംസ്കാരം, കായികം ഒക്കെ പഠിക്കാനിരുന്നാൽ എങ്ങും എത്തില്ല. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് അതേപോലെ കറണ്ട് അഫെയറും അവാർഡുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാ സാഹിത്യ അവാർഡുകളും ഒക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്ക് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. നമുക്ക് എന്ന ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൂട്ടുകാരോട് പുതിയതായിട്ട് കയറി വന്ന കൂട്ടുകാരോട് പറയാണ്, നമ്മുടെ ഇംഗ്ലീഷ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതേപോലെ ടോപ്പിക് വൈസ് ആയിട്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും പഠിച്ച് എത്ര കാലം ഇത് പഠിക്കില്ലേ, തരുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് ഒരൊറ്റ ക്ലാസ്സിൽ അങ്ങോട്ട് തന്നാൽ നിങ്ങൾ ആ ക്ലാസ് അങ്ങോട്ട് പഠിച്ച് നിങ്ങൾ ഇടയ്ക്ക് റിവിഷൻ ചെയ്ത് അതിന് മാർക്കാക്കി നിങ്ങൾ മാറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സിനോണിയംസ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്, എൻഡോണിയംസ് ചെയ്തിട്ടുണ്ട്, ഇഫ് ക്ലോസ്, ആർട്ടിക്കിൾ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. 2021 മുതൽ തൊട്ടിട്ട് എല്ലാം ഒരൊറ്റ ക്ലാസ്സിൽ ചെയ്ത് തന്നിട്ടുണ്ട്. നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നോക്കാം. 36/23 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെച്ചോ. ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ, പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ, അതായത് പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിൻസെന്റ് വാൻ ഗോഗ് ആണ്. ആരാണ്? വിൻസെന്റ് വാൻ ഗോഗ് കേട്ടോ. വിൻസെന്റ് വാൻ ഗോഗ് ആണ് പൊട്ടാറ്റോ ഈറ്റേഴ്സ്, ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ എന്ന ചിത്രം വരച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏതാണ്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏതാണ്? കേളികൊട്ട്. അപ്പൊ എപ്പോഴും അതിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത്, നമ്മൾ പുറപ്പാട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ പുറപ്പാട് പറയുമ്പോൾ നമ്മൾ എന്തിനും തയ്യാറാകുമ്പോഴാണല്ലോ ഒരു പുറപ്പാട് നടത്തുക അല്ലെ. അത് അങ്ങനെ കണക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ അത് അത് തെറ്റ് വേഗം നമ്മൾ അതിൽ കൊണ്ട് ആൻസർ എഴുതി വെക്കും. അതുകൊണ്ടാണ് കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏതെന്ന് ചോദിച്ചാൽ കേളികൊട്ടാണ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ അത് വായിച്ചു വിടുന്നില്ല. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏതാണ്? കേളികൊട്ടാണ്. ഇനി കേരളത്തില് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ഒരു തെയ്യം നടക്കാറുണ്ട്. കേരളത്തിലെ ഏപ്രിൽ മാസത്തില് എല്ലാ വർഷവും തെയ്യം നടക്കും. ഏപ്രിൽ മാസത്തിൽ അത് നടക്കുള്ളൂ കേട്ടോ. അത് ഏത് തെയ്യമാണ് എന്നാണ്? മണക്കോട്ട് അമ്മ തെയ്യമാണ്. എന്താണ്? മണക്കോട്ട് അമ്മ കേട്ടോ. മണക്കോട്ട് അമ്മ തെയ്യമാണ്. ഇനി അടുത്തത് നോക്കാം. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം അതൊരു ഗ്രന്ഥമാണ് കേട്ടോ. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റിയിട്ടുള്ള ഗ്രന്ഥമാണ് കേട്ടോ. കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം. ഇനി രാജാ രവിവർമ്മയുടെ സൃഷ്ടികളില് ഏതൊക്കെ വരും? രാജാ രവിവർമ്മയുടെ സൃഷ്ടികള് വീണ മീട്ടുന്ന സ്ത്രീ അല്ലേ. ഏതാണ്? വീണ മീട്ടുന്ന സ്ത്രീ. പിന്നെ ഏത് വരും? വീണ മീട്ടുന്ന സ്ത്രീ. പിന്നെ ഹംസവും ദമയന്തിയും. ഹംസവും ദമയന്തിയും. പിന്നെയോ ഹംസവും ദമയന്തിയും. പിന്നെ ഏത് വരും? വിശ്വമിത്രനും മേനകയും. വിശ്വമിത്രനും മേനകയും. അടുത്തത് അന്ത്യവിധി. ആരുടേതാണ്? അന്ത്യവിധി, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെ. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ആഞ്ചലോന്റേതാണ്. ആരുടേതാണ്? മൈക്കൽ ആഞ്ചലോ. അടുത്തത് ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ, അതായത് 80 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. എത്ര വർഷങ്ങൾക്ക് മുമ്പാന്നറിയോ? 80 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കല, ഒരു പ്രകടന കലയാണ് കേട്ടോ. അത് എന്താണ്? ഒരു പ്രകടന കലയാണ്. ഗുരു ഗോപിനാഥാണ്. എപ്പോഴും കലാസാഹിത്യത്തിൽ നിന്ന് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗുരു ഗോപിനാഥ് കേരളത്തിൽ രൂപപ്പെടുത്തിയ പ്രകടന കല ഏതാണ്? കേരള നടനമാണ്. ഏതാണ്? കേരള നടനം.
പ്രസ്ഥാനം. ഇനി ഒരു വരയരങ്ങ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോഴാണ് ഈ ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. വരയരങ്ങിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വരയരങ്ങ് എന്നൊരു ഒരു കലാരൂപമാണ് ഇത് വരയരങ്ങ്. കേരളത്തിലുള്ള ഒരു തനത് കലാരൂപമാണ്. കേരളത്തിലെ തനത് കലാരൂപമാണ് ഏത് വരയരങ്ങ്. ഇത് എസ് ജിതേഷ് ആണ് കേട്ടോ. എസ് ജിതേഷ് കേട്ടോ. എസ് ജിതേഷ് എന്ന ഈ കലാവിഭാഗം ആരംഭിക്കുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ആരാണ്? ഈ കലാവിഭാഗം, ഏത് കലാവിഭാഗം? വരയരങ്ങ് എന്ന കലാവിഭാഗം ആരംഭിക്കുകയും അതിനെ വികസിപ്പിക്കുകയും ഒക്കെ ചെയ്തത് എസ് ജിതേഷ് ആണ് കേട്ടോ. ആരാണ്? എസ് ജിതേഷ് ആണ്. പിന്നെ ഇത് ഇതിൽ എന്തൊക്കെയാണെന്നറിയോ? ഈ വരയരങ്ങ് എന്ന കലാരൂപത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെ സംയോജിപ്പിച്ചിട്ടാണ് ഈ കലാരൂപം കൊണ്ടുപോകുന്നത് ചോദിച്ചാൽ, ഈ കാർട്ടൂണില്ലേ, കാർട്ടൂൺ സ്റ്റേജ് ഷോ, അതുപോലെ ഹൈ സ്പീഡ് ഡ്രോയിങ്ങിനൊപ്പം പിന്നെ ഈ കവിത, അതുപോലെ ഈ ഉപകഥകള്, സോഷ്യോ പൊളിറ്റിക്കൽ, അതേപോലെ ആക്ഷേപഹാസ്യം. ഏതാണ്? ആക്ഷേപഹാസ്യം ട്ടോ. ആക്ഷേപഹാസ്യം എന്നിവയുടെ സംയോജനമാണ് ഏത്? ഈ വരയരങ്ങ് എന്ന കലാരൂപം. അപ്പൊ ഈ 3 പോയിന്റ് പഠിച്ചു വെച്ചോ. കേരളത്തിന്റെ തനത് കലാരൂപമാണ് വരയരങ്ങ്. എസ് ജിതേഷ് ആണ് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നത്. ഇതില് കാർട്ടൂൺ സ്റ്റേജ് ഷോ, ഹൈ സ്പീഡ് ഡ്രോയിങ്ങിനൊപ്പം കവിതയും ഉപകഥകളും സോഷ്യോ പൊളിറ്റിക്കലും ആക്ഷേപഹാസ്യവും ഒക്കെ സംയോജിപ്പിച്ചിട്ട് കൊണ്ടുവന്ന കലാരൂപമാണ് വരയരങ്ങ്. അപ്പൊ 8 ക്വസ്റ്റ്യൻ ഇവിടെ പഠിച്ചു കേട്ടോ. പ്രീവിയസ് വന്ന 8 ക്വസ്റ്റ്യൻ പഠിച്ചു. ഏതൊക്കെയാണ്? പൊട്ടാറ്റോ ഈറ്റേഴ്സ്, ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ ആരാണ് വരച്ചത്? വിൻസെന്റ് വാൻ ഗോഗ് ആണ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏത്? കേളികൊട്ട്. കേരളത്തിൽ ഏപ്രിൽ മാസത്തിൽ, എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തെയ്യം മണക്കോട്ട് അമ്മ. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതിനെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്? കൂടിയാട്ടത്തെ കുറിച്ചിട്ട് വിവരിക്കുന്ന ഗ്രന്ഥമാണ് കേട്ടോ. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ കുറിച്ചിട്ടാണ്. രാജാ രവിവർമ്മയുടെ സൃഷ്ടികളില് വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, വിശ്വമിത്രനും മേനകയും ഒക്കെയാണടാ. അന്ത്യവിധി ആരുടേതാണ്? ലാസ്റ്റ് ജഡ്ജ്മെന്റ് മൈക്കൽ ആഞ്ചലോടാണ്. ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ കേരളത്തിലെ പ്രകടന കല ഏതാണ്? കേരള നടനമാണ്. വരയരങ്ങ് എന്ന കലാരൂപത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്? കേരളത്തിന്റെ തനത് കലാരൂപമാണ്. എസ് ജിതേഷ് ആണ് ഇതിനെ കൊണ്ടുവന്ന് വികസിപ്പിച്ച് ശ്രമിച്ചത്. കാർട്ടൂൺ സ്റ്റേജ് ഷോ, ഹൈ സ്പീഡ് ഡ്രോയിങ്ങിനൊപ്പം കവിത, ഉപകഥകൾ, സോഷ്യോ പൊളിറ്റിക്കൽ, ആക്ഷേപഹാസ്യം എന്നിവയെല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് വരയരങ്ങ്. ഒക്കെയാണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കലകളുടെ രാജാവ് ഏതാണ്? കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ കലാരൂപം ഏതാണ്? കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ കലാരൂപം ഏതാണ്? അത് കഥകളിയാണ്. ഏതാണ്? കഥകളി. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് 213/23 ക്വസ്റ്റ്യൻ ആണ്. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരിയെ ആണ് കേട്ടോ. KM വാസുദേവൻ നമ്പൂതിരിയെ ആണ് VKN എന്ത് വിശേഷിപ്പിച്ചു? വരയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചു. ചലിക്കുന്ന കാവ്യം ഏതാണ്? ചലിക്കുന്ന കാവ്യം ഏതാണ്? ചലിക്കുന്ന കാവ്യം ഭരതനാട്യമാണ് അല്ലേ? ചലിക്കുന്ന കാവ്യം ഭരതനാട്യമാണ്. 122/22 ചോദ്യമാണ്. ഇനി ഗദ്ദിക ഏത് ജില്ലയിലാണ്? ഗദ്ദികയുടെ ഓരോ ജില്ലകളിലും ഓരോ നൃത്തരൂപങ്ങളാണ് അല്ലേ? അതിൽ ഗദ്ദിക എവിടെയാണ്? ഗദ്ദിക വയനാടാണ് അല്ലേ? ഗദ്ദിക എവിടെയാണ്? വയനാടാണ്. അർജുന നൃത്തം പ്രചാരത്തിലുള്ളത് എവിടെയാണ്? അർജുന നൃത്തം കോട്ടയത്തിലാണ് കേട്ടോ. അർജുന നൃത്തം എവിടെയാണ്? കോട്ടയത്തിലാണ്. കണ്യാർകളി എവിടെയാണ്? കണ്യാർകളി പാലക്കാടാണ് കേട്ടോ. കണ്യാർകളി പാലക്കാടാണ്. 110/21 ചോദ്യമാണ്. ഓക്കെ. ഇനി യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ പൈതൃക കലാരൂപങ്ങൾ. നമ്മുടെ കേരളത്തില് ഒരുപാട് കലാരൂപങ്ങൾ
കലാരൂപങ്ങളുണ്ട് അല്ലെ. അതിൽ 2 കലാരൂപങ്ങളെയാണ് യുനെസ്കോ എന്ത് ചെയ്തിരിക്കുന്നത്, പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏതൊക്കെയാണ് വരിക? ഒന്ന് ഫസ്റ്റ്, ഇതും ഓർഡർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് കൂടിയാട്ടത്തെയാണ് അംഗീകരിച്ചത്, ഫസ്റ്റ് കേട്ടോ. രണ്ടാമത് ഏതിനെയാണ്? മുടിയേറ്റാണ് കേട്ടോ. മുടിയേറ്റ്, കൂടിയാട്ടം, മുടിയേറ്റ് എന്നതാണ് യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ കലാരൂപം. 37/23 ചോദ്യമാണ്. ഇനി കുച്ചിപ്പുടി ഉത്ഭവിച്ചത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? കുച്ചിപ്പുടിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? കുച്ചിപ്പുടി ഉത്ഭവിച്ചത് ഏതാണ്? കുച്ചിപ്പുടി റിവിഷൻ ചെയ്യുന്നവരൊക്കെ റിവിഷൻ എടുത്ത് മാറ്റണം കേട്ടോ. എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അല്ലെ. കുച്ചിപ്പുടിയുടെ ഉത്ഭവം എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ചോദ്യം 37/23 ചോദ്യമാണ്. ഓക്കെ. കലകളുടെ രാജാവ് കഥകളി. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരിയെ ആണ്. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ഗദ്ദിക പ്രചാരത്തിലുള്ളത് വയനാട്. അർജുന നൃത്തം കോട്ടയം. കണ്യാർകളി പാലക്കാട്. യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട 2 കലാരൂപങ്ങളാണ് കൂടിയാട്ടവും മുടിയേറ്റും. ചോദ്യം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് അംഗീകരിച്ചത് എന്നും വീണ്ടും ചോദിച്ചിട്ടുണ്ട്. മുടിയേറ്റ്. ഫസ്റ്റ് അംഗീകരിച്ചത് കൂടിയാട്ടം. കുച്ചിപ്പുടിയുടെ ഉത്ഭവം ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തെ വിശേഷണം ട്ടോ. നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ട്? ഒരു കൾച്ചറൽ ഹിസ്റ്ററി ഉണ്ട് അല്ലെ. അതില് ഒരു 2 പ്രസ്താവന നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് എന്താണ് ഈ സാംസ്കാരിക ചരിത്രം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉണ്ടാകുന്ന ഗുണം? എന്താണ് നമ്മുടെ ചരിത്രങ്ങൾ അല്ലെ, നമ്മുടെ ചരിത്രത്തെ എന്ത് ചെയ്യും? വർത്തമാന കാലവുമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട് അല്ലെ. ചരിത്രത്തെ വർത്തമാന കാലവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതായത് നമുക്കറിയാം അല്ലെ, നമ്മുടെ പഴയ കാലത്ത് നടന്ന പല സംഭവങ്ങളുടെയും പല തെളിവുകളും വിശേഷിപ്പുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നത്തെ കാലത്തും അത് കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ. അവിടെ നിന്ന് അത് കണ്ടെത്തി, ഇവിടെ നിന്നും കണ്ടെത്തി. അതൊക്കെ എന്താണ്? പ്രാചീന ചരിത്രത്തെ കുറിച്ച് വിളിച്ചോതുന്ന പല കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇപ്പൊ നടക്കുന്ന വർത്തമാന കാലവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാംസ്കാരിക ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്? വെളിച്ചമോതുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് ഏതാണെന്നറിയോ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് കേട്ടോ, ഇന്ത്യയാണ്, കേരളമല്ല, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് അജന്ത എല്ലോറ ഗുഹയാണ് കേട്ടോ. ഏതാണ്? അജന്ത എല്ലോറ ഗുഹയും പിന്നെ താജ്മഹലുമാണ് കേട്ടോ. അജന്ത എല്ലോറ ഗുഹയും താജ്മഹലുമാണ്. ഇനി അസമിലെ പരമ്പരാഗത നൃത്തരൂപം ഏതാണ്? ഏതാണ്? സാത്രിയ ആണ് കേട്ടോ. ഏതാണ്? സാത്രിയ കേട്ടോ. അസമിലെ പരമ്പരാഗത നൃത്തരൂപം ഏതാണ്? സാത്രിയ ആണ്. ഇനി നോക്കൂ, അറപ്പുകൈ, വട്ടേൻ തിരിപ്പ്, പിള്ളതാങ്ങി. എന്തൊക്കെയാണ്? അറപ്പുകൈ, വട്ടേൻ തിരിപ്പ്, പിള്ളതാങ്ങി എന്നീ പദങ്ങൾ ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അറപ്പുകൈ, വട്ടേൻ തിരിപ്പ്, പിള്ളതാങ്ങി ഏത് കലാരൂപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കളരിപ്പയറ്റാണ് കേട്ടോ. കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളാണ് അറപ്പുകൈ, വട്ടേൻ തിരിപ്പ്, പിള്ളതാങ്ങി. ഇനി മോഹിനിയാട്ടത്തെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മോഹിനിയാട്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാസ്യയുടെ ശൈലിയാണ്. എന്താണ്? ഒരു ലാസ്യയുടെ ശൈലി ആണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് പഠിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് പഠിക്കുക. മോഹിനിയാട്ടത്തെ കുറിച്ച് ഏത് ഗ്രന്ഥത്തിൽ കാണാം? വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. വ്യവഹാരമാല ട്ടോ. മോഹിനിയാട്ടത്തെ കുറിച്ചുള്ള പരാമർശം വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വടിവേലുവാണ്. ആരാണ്? വടിവേലു. തമിഴിലെ വടിവേലു ട്ടോ. വടിവേലുവാണ് മോഹിനിയാട്ടത്തിലെ ചൊല്ലുകെട്ടിന്റെ ഘടന എന്ത് ചെയ്തത്? ചിട്ടപ്പെടുത്തിയത്. വടിവേലുവാണ് ചൊല്ലുകെട്ട് കേട്ടോ. ചൊല്ലുകെട്ടിന്റെ ഘടന കൊണ്ടുവന്നത്, ചിട്ടപ്പെടുത്തിയത് ആരാണ്? വടിവേലുവാണ്. അതുപോലെ
ഈ മോഹിനിയാട്ടം എന്ത് ചെയ്യുന്ന, ഇപ്പൊ ഒരു കലാരൂപം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ നന്നായിട്ട് പ്രവർത്തിക്കണം അല്ലേ? അങ്ങനെ ഈ മോഹിനിയാട്ടത്തിനെ പുനരുജ്ജീവനത്തിനും വേണ്ടിയിട്ടും ജനകീയവൽക്കരിക്കുന്നതിനും, അതായത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് കനക്റെലെ. ആരാണ്? കനക്റെലെ. ഇതൊക്കെ PSCയുടെ ചോദ്യങ്ങളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ മോഹിനിയാട്ടത്തെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലാസ്യയുടെ ശൈലി പിന്തുടരുന്നത് ഏതാണ്? മോഹിനിയാട്ടമാണ്. വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തിൽ മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശമുണ്ട്. വടിവേലു ആണ് മോഹിനിയാട്ടത്തിലെ ചൊല്ലുകെട്ടിന്റെ ഘടന ചിട്ടപ്പെടുത്തിയത്. ഈ മോഹിനിയാട്ടം പുനരുജ്ജീവിപ്പിക്കാനും ജനകീയവൽക്കരിക്കുന്നതിനും വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കനക്റെലെ. ഇനി നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ഏതാണ്? നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല, നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ഏതാണ്? നീലംപേരൂർ പടയണി കേട്ടോ എവിടെയായിരിക്കും? ആലപ്പുഴയിലാണ് കേട്ടോ. എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴ. നീലംപേരൂർ പടയണി എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. നീലംപേരൂർ പടയണി ആലപ്പുഴ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പൊ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയെന്നറിയോ? കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കഥകളി എന്ന് പറയുമ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം ഏത് എന്ന് ചോദിക്കും. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആട്ടക്കഥയാണ്. പിന്നെ ഈ കഥകളിയിലെ വേഷങ്ങൾ ചോദിക്കും. അത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ഏതൊക്കെ എന്ന് ചോദിക്കും. ഏതാണ്? മിനുക്ക്, ഒന്ന് മിനുക്ക്, പിന്നെ പച്ച ട്ടോ, മിനുക്ക്, പച്ച, കത്തി, കരി, താടി. ഓക്കെ, ഈ 5 വേഷങ്ങളാണ് ഏതിലുള്ളത്? കഥകളിയിലുള്ളത്. അതുപോലെ കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് വാദ്യങ്ങള്? ഒന്ന് ചെണ്ട, 2 ശുദ്ധ മദ്ദളം, ഇലത്താളം, ചേങ്ങില. ഇതാണ് ഏതിൽ ഉപയോഗിക്കുന്നത്? കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ഇത് 3 ഓപ്ഷനായിട്ട് വന്ന ചോദ്യമാണ് കേട്ടോ. ശരിയായ പ്രസ്താവനകൾ ചോദിച്ചിട്ട് വന്നതാണ്. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം ഏത് എന്ന് ചോദിച്ചാൽ ആട്ടക്കഥയാണ്. മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിയിലെ വേഷങ്ങളാണ്. ചെണ്ട, ശുദ്ധമദ്ദളം, ഇലത്താളം, ചേങ്ങില ഇതെന്താണ്? ഇതിലെ വാദ്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നത് 135/21 ചോദ്യമാണ്. ഓക്കെ, കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം ഏത്? കണ്ടോ, വേറെ ഒറ്റ 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നതാണ്. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥയാണ് അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞേയുള്ളൂ ആട്ടക്കഥ. ഓക്കെ, ഇനി അടുത്തത് തുള്ളലുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ചോദിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഥകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇനി തുള്ളലുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചോദിച്ചു. 76/23 ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് തുള്ളലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കേണ്ടത് ചോദിച്ചാൽ, കേരളത്തിലെ ഒരു ക്ലാസിക്കൽ സോളോ നൃത്തരൂപമാണ്. കേരളത്തിലെ ഒരു ക്ലാസിക്കൽ, പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ, കേരളത്തിലെ ഒരു ക്ലാസിക്കൽ സോളോ നൃത്തരൂപം ആണ്. കേരളത്തിലെ ക്ലാസിക്കൽ സോളോ നൃത്തരൂപമാണ് ഏത്? തുള്ളൽ എന്ന് പറയുന്നത്. ഒരു ആക്ഷേപഹാസ്യ കലാരൂപമാണ് ഏത്? പിന്നെ എന്താണ് ഇതിലുള്ളത്? പുരാണ വിഷയങ്ങൾ ഇതിലുണ്ട്. പിന്നെ എന്താണ്? തുള്ളലിന് നിരവധി അനുബന്ധ രൂപങ്ങൾ ഉണ്ട്. ഇതൊക്കെ ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. അനുബന്ധ രൂപങ്ങൾ ഉണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ തുള്ളലിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കൂ. നമ്മുടെ കേരളത്തിലെ ഒരു ക്ലാസിക്കൽ സോളോ നൃത്തരൂപമാണ് തുള്ളല്. ആക്ഷേപഹാസ്യ കലാരൂപത്തിന് എന്താണ്? ഇതൊരു ആക്ഷേപഹാസ്യ കലാരൂപമാണ് തുള്ളൽ എന്ന് പറയുന്നത്. ഇതിൽ പുരാണ വിഷയങ്ങളും ഉണ്ട്. പിന്നെ ഇതിന്റെ തുള്ളലിന്റെ നിരവധി അനുബന്ധ രൂപങ്ങൾ ഉണ്ട്. ഇനി അടുത്തത് നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദി
സംസ്കൃത. അവിടുത്തെ ഈ ഒരൊറ്റ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, അത് നല്ല വെരി ഇമ്പോർട്ടന്റ് ആണ്. സംസ്കൃത നാടകവേദി. 31/23 ചോദ്യമാണ്. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് ഏതാണ്? പ്രാചീന സംസ്കൃത നാടകവേദി ഏതാണ്? കൂടിയാട്ടമാണ്. കൂടിയാട്ടം. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര് എന്താണ്? കൂടിയാട്ടം. എന്താണ്? കൂടിയാട്ടം. നമുക്ക് നോക്കാം. അടുത്തത് ഒരു ചേരുംപടി ചേർക്കാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എഴുതാം, നിങ്ങൾ ചെയ്യണം കേട്ടോ. പടയണി, പടയണി, തെയ്യം, മുടിയേറ്റ്, പടയണി, തെയ്യം, മുടിയേറ്റ്, കൂടിയാട്ടം. ക്വസ്റ്റ്യന്റെ കോഡ് വന്നിട്ട് 166/23 ചോദ്യമാണ്. പടയണി എന്ന് പറയുന്നത് എന്താണ്? പടയണി, പടയണി എന്താണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം തപ്പ് അല്ലേ? തപ്പ് വാദ്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? തപ്പാണ്. തെയ്യം, തെയ്യം എന്താ? തെയ്യം, തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടത് തോറ്റം പാട്ടുകൾ അല്ലേ? തെയ്യത്തിൽ എന്താണ്? തോറ്റം പാട്ടുകളാണ് കേട്ടോ. തെയ്യത്തിൽ തോറ്റം പാട്ടുകളാണ്. മുടിയേറ്റ്, മുടിയേറ്റോ കാളിധാരിക പുരാവൃത്തമാണ്. മുടിയേറ്റ് എന്ന് പറയുന്നത് ഒരു കാളിധാരിക, കാളിധാരിക പുരാവൃത്തം അടങ്ങിയിട്ടുള്ള ഒരു കലാരൂപമാണ് മുടിയേറ്റ്. കൂടിയാട്ടം ഒരു സംസ്കൃത നാടകമാണ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സംസ്കൃതം എന്ന് അണ്ടർലൈൻ ചെയ്ത് തന്നില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രാചീന സംസ്കൃത വേദി ഏതെന്ന് ചോദിച്ചപ്പോൾ കൂടിയാട്ടം പഠിച്ചില്ലേ? ഒരു സംസ്കൃത നാടകമാണ് ഏത്? കൂടിയാട്ടം എന്ന് പറയുന്നത്. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം തപ്പ്, തെയ്യം തോറ്റം പാട്ടുകള്. തെയ്യത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? തെയ്യം എന്താണ്? തോറ്റം പാട്ടുകളാണ് കേട്ടോ. മുടിയേറ്റോ ഒരു കാളിധാരിക പുരാവൃത്തമാണ്. കൂടിയാട്ടം എന്ന് പറയുന്നത് ഒരു സംസ്കൃത നാടകമാണ്. ഓക്കെ, ഇനി നമ്മുടെ ചെണ്ടയില്, ചെണ്ട, ചെണ്ടയുമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം 17/22 ചോദ്യമാണ്. ചെണ്ട കേട്ടോ. ചെണ്ട ഒരു തുകൽ വാദ്യമാണ് കേട്ടോ. എന്താണ്? ഒരു തുകൽ വാദ്യമാണ് ചെണ്ട. പഞ്ചാരി, പഞ്ചാരി മേളം ഇല്ലേ? പാണ്ഡിമേളം ഇല്ലേ? പഞ്ചാരി മേളം, പഞ്ചാരി മേളം കേൾക്കാൻ പോണം ഇന്ന് നമ്മൾ പറയില്ലേ? പഞ്ചാരി മേളത്തിലും പാണ്ഡിമേളങ്ങളിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് ചെണ്ട. ചെണ്ട ഒരു തുകൽ വാദ്യമാണ്. പഞ്ചാരി മേളം, പാണ്ഡിമേളങ്ങളിലെ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണമാണ് ചെണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. തപ്പ് പ്രധാന വാദ്യമായിട്ടുള്ള കലാരൂപം ഏത്? 42/21 ചെയ്യണം. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. തപ്പ് എന്ന വാദ്യോപകരണം ഏതിലാ ഉപയോഗിക്കുക? തപ്പ് എന്ന പ്രധാന വാദ്യമായിട്ടുള്ള കലാരൂപം തപ്പ്. പടയണി ഇപ്പൊ പറഞ്ഞില്ലേ? പടയണി, തപ്പ് ഏതിലാണ്? പടയണിയിലാണ്. ഇനി ഭൈരവി കോലം, ഭൈരവി കോലം ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൈരവി കോലം 35/21 ഭൈരവി കോലം ഏതു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? പടയണിയാണ് കേട്ടോ. പടയണിയാണ്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ പടയണിയെ കുറിച്ച് പഠിച്ചു വെക്കുക. പടയണിയിലെ പ്രധാനപ്പെട്ട വാദ്യം തപ്പാണ്. ഭൈരവി കോലം പടയണിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പഠിക്കണേ. ഇനി നമ്മുടെ കർണാടക സംഗീതമില്ലേ? കർണാടക സംഗീതത്തില് രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? കർണാടക സംഗീതത്തില് രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം ഏത്? രാത്രിയിൽ ഉപയോഗിക്കുന്ന രാഗം നീലാംബരി രാഗമാണ്. ഏതാണ്? നീലാംബരി രാഗമാണ്. 144/2023 ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടി നമുക്ക് ഇവിടെ റിവിഷൻ ചെയ്യാം. പടയണിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ ഉപകരണമാണ് തപ്പ്. തെയ്യം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യത്തിൽ എന്താണ്? തോറ്റം പാട്ടുകളാണ്. മുടിയേറ്റിൽ എന്താണ് പ്രധാനമായിട്ടുള്ളത്? കാളിധാരിക പുരാവൃത്തമാണ്. കൂടിയാട്ടം എന്ന് പറയുന്നത് ഒരു സംസ്കൃത നാടകമാണ്. ഓക്കെ, അതവിടെ സെറ്റായി. ഇനി ചെണ്ടയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ചെണ്ട ഒരു തുകൽ വാദ്യമാണ്. പഞ്ചാരി മേളത്തിലും പാണ്ഡിമേളത്തിലും പ്രധാനപ്പെട്ട വാദ്യ ഉപകരണമാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കണം, ഒറ്റ പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചോ ചെണ്ടയെ കുറിച്ച്. ഇത് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടില്ല കേട്ടോ.
പഞ്ചവാദ്യത്തിൽ ഇല്ല, ചെണ്ട ഉപയോഗിക്കില്ല കേട്ടോ. പഞ്ചവാദ്യത്തിൽ ഏതില്ല? ചെണ്ട ഇല്ല. ഓക്കെ. ഇനി തപ്പ് പ്രധാന വാദ്യം ഏതിലാണ്? പടയണി എന്ന കലാരൂപത്തിലാണ്. ഭൈരവിക്കോലം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? നീലാംബരി രാഗമാണ്. റിപ്പീറ്റേഷൻ വീണ്ടും പറഞ്ഞു, അപ്പോഴേ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അത്ര ഇമ്പോർട്ടന്റ് PSCക്ക് ഇഷ്ടമാണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഇരട്ട വന്നിട്ടുണ്ട് അല്ലെ, ഡബിൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നറിയാം, തപ്പ് അല്ലെ, ഒന്ന് നമുക്ക് തപ്പാണെന്ന് അറിയാം. പിന്നെ ഏതാ വരും? ചെണ്ടയാണ് കേട്ടോ. തപ്പും ചെണ്ടയുമാണ് ഏതിൽ ഉപയോഗിക്കുന്നത്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. 47/23. അടുത്ത് നമുക്ക് നോക്കാം. യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല. യക്ഷഗാനം ഏത് ജില്ലയിലാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ളത്? യക്ഷഗാനം എവിടെയാണ്? അത് കാസർഗോഡാണ് കേട്ടോ. എവിടെയാണ്? കാസർഗോഡിലാണ് യക്ഷഗാനം ഉള്ളത്. അടുത്തത്, നമ്മുടെ സംസ്ഥാനത്തെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അല്ലെ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയണം? നമ്മുടെ സംസ്ഥാനത്ത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എന്തൊക്കെ അറിയണം? ഏത് വർഷമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്? പഠിക്കണേ. 1981 സംസ്ഥാനത്ത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ അറിയണം? കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴില് എന്ത് ചെയ്യുന്നു? ഇത് പ്രവർത്തിക്കുന്നു കേട്ടോ. അത് മനസ്സിലാക്കണേ. 1981 കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ക്വസ്റ്റ്യന്റെ കോഡ് 60/22. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. മലയാള ഭാഷ അല്ലേ, നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ മലയാള ഭാഷ അല്ലെ, എല്ലാ സർക്കാർ ഓഫീസുകളിലും മലയാളം നിർബന്ധമാക്കി അല്ലേ. അതുകൊണ്ട് നമ്മുടെ ഈ മലയാള ഭാഷയും അതുപോലെ നമ്മുടെ ഒരു സംസ്കാരമുണ്ട് അല്ലെ, നമ്മുടെ കേരളത്തിന് ഒരു സംസ്കാരമുണ്ട് അല്ലെ. ആ സംസ്കാരവും എന്ത് ചെയ്യണം? ആഗോളതലത്തില് പ്രോത്സാഹിപ്പിക്കണം അല്ലെ. ഇവിടെ കേരളത്തിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ? പോരാ. അത് ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സംരംഭം ഏതാണ്? കൊണ്ടുവന്ന സംരംഭം മലയാളം മിഷൻ ആണ് കേട്ടോ. ഏതാണ്? മലയാളം മിഷൻ. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച സംരംഭം മലയാളം മിഷൻ. അടുത്തത്, കേരള ഫോക്ലോർ അക്കാദമിയുടെ കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? 33/21. ഏതാണ്? പൊലിയാണ് അല്ലെ. പൊലി. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ലാ ഇല്ലേ, ലാ ഫോക്ലോർ, ലാ എപ്പോഴും നമുക്ക് മറക്കും. കാരണം കൈരളി, ഒളി, പിന്നെ കേരള സാഹിത്യത്തിന്റെ അതിന്റെ ഒക്കെ വരും. അപ്പൊ നമുക്ക് എന്താണ് അവിടെ കൺഫ്യൂഷൻ ആകും ഏതാണെന്നുള്ളത്. തളിര് ഇതൊക്കെ വരാറുള്ളതാണ്. അപ്പൊ ഫോക്ലോർ ലാ ഇല്ലേ, അതുകൊണ്ട് പൊലി കേട്ടോ. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? പൊലി ആണ്. ഗുരു ഗോപിനാഥ് നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ ക്വസ്റ്റ്യൻ. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപം ഏതാണ്? കേരള നടനം. ഏതാണ്? കേരള നടനം. 134/21. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇത് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. എന്തൊക്കെ പഠിച്ചു നമ്മളിവിടെ? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? തപ്പും ചെണ്ടയുമാണ്. യക്ഷഗാനം പ്രചാരത്തിലുള്ളത് കാസർഗോഡാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് 1981 സ്ഥാപിതമായത്. കേരള സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത്. മലയാള ഭാഷ അതുപോലെ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന സംരംഭമാണ് മലയാളം മിഷൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലിയാണ്. ഗുരു ഗോപിനാഥ് കൊണ്ടുവന്ന കേരളത്തിലെ പ്രകടന കലാ നൃത്തരൂപം ഏതാണ്? കൊണ്ടുവന്ന നൃത്തരൂപത്തിന്റെ പേരെന്താണ്? കേരള നടനം. നെക്സ്റ്റ് നോക്കാം. 38ാമത്തെ നമ്മൾ 38 ക്വസ്റ്റ്യൻ ആയി പഠിച്ചു കഴിഞ്ഞു കേട്ടോ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക അധ്യക്ഷൻ ആര്? കേരള കലാമണ്ഡലത്തിന്റെ
സ്ഥാപക അധ്യക്ഷൻ ആരാണ്? ആരാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക അധ്യക്ഷൻ? 88/22 ആരാണ്? വള്ളത്തോളാണ് അല്ലെ? വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക അധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇനി അടുത്ത ഓരോരോ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1967 എന്ത് ചെയ്യുന്നത്? കുഞ്ചൻ നമ്പ്യാര് 1967 കുഞ്ചൻ നമ്പ്യാർ എന്ത് ചെയ്യുന്നത്? അമ്പലപ്പുഴയിൽ ട്ടോ 1967 അമ്പലപ്പുഴയിൽ എന്ത് ചെയ്യുന്നത്? കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ട്ടോ. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം 1967 അമ്പലപ്പുഴയിൽ സ്ഥാപിതമാകുന്നത്. അടുത്ത പോയിന്റ് പഠിച്ചോ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തത് ക്വസ്റ്റ്യൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം ഏതാണ്? ഇപ്പൊ നമ്മള് ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം നമ്മൾ പൊലി എന്ന് പറഞ്ഞു അല്ലെ? ഫോക്ലോർ എലില എന്ന് കണക്ട് ചെയ്തിട്ട് പൊലി എന്ന് പറഞ്ഞു. ഇനി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം ഏതാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളിയാണ്. ഏതാണ്? വിജ്ഞാന കൈരളി ട്ടോ. വിജ്ഞാന കൈരളി 172/23 ചോദ്യമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളിയാണ്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ്? മോയിൻകുട്ടി വൈദ്യർ സ്മാരകം. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ്? കൊണ്ടോട്ടിയാണ് കേട്ടോ. കൊണ്ടോട്ടി, മലപ്പുറം ട്ടോ. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ്? കൊണ്ടോട്ടിയിലാണ്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം. 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. ആരാണ്? മുരളി ചീരോത്ത്. കണക്ട് ചെയ്താൽ മതി. നമ്മുടെ KPSC എഴുതിയില്ലേ? നമ്മുടെ അന്തരിച്ചു അവര്. ആ KPSC എഴുതാ എന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ലളിതകലാ അക്കാദമി. മുരളി നടനില്ലേ? അവരും അന്തരിച്ചില്ലേ? അപ്പൊ രണ്ടുപേരും സിനിമയിൽ നിന്നുള്ളവരായില്ലേ? അങ്ങനെ കണക്ട് ചെയ്തോ കേട്ടോ. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ് കേട്ടോ. കറണ്ട് അഫയർ ആണ്. അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടോ 3 പഠിച്ചു അല്ലേ? കേരള ഫോക്ലോർ അക്കാദമിയുടെ നമ്മൾ പഠിച്ചില്ലേ? പൊലി എന്ന് പഠിച്ചു അല്ലേ? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം പറഞ്ഞു വിജ്ഞാന കൈരളി എന്ന് പറഞ്ഞു. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാന്ന് നോക്ക്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഒന്ന് സാഹിത്യ ലോകം. ഓക്കെ. 2 സാഹിത്യ ചക്രവാളം. 3 മലയാളം ലിറ്റററി സർവേ ട്ടോ. 136/21 130/22 ട്ടോ. ഓക്കെ, ഇത്രയും പഠിച്ചോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പഞ്ചായത്തുകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കും അല്ലെ? അവർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? പരിശീലനം നൽകുന്നത്? കിലയാണ് അല്ലെ? കിലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ അല്ലേ? ഓക്കെ, തൃശ്ശൂർ കേട്ടോ. കിലയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് PSC. കിലയാണ് കേട്ടോ. അപ്പൊ ഇവിടെ പഠിച്ചൊന്നും കൂടി റിവിഷൻ ചെയ്താലോ. കേരള കലാമണ്ഡലം എവിടെയാണ്? തൃശ്ശൂര് ചെറുതുരുത്തിയിലാണ് അല്ലെ? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതിന്റെ സ്ഥാപക അധ്യക്ഷൻ ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജിയും കൂടിയിട്ട് എന്നൊന്നും പഠിക്കാറുണ്ട് അല്ലെ? അപ്പൊ വള്ളത്തോൾ നാരായണ മേനോനാണ് സ്ഥാപക അധ്യക്ഷൻ. 1967 കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അമ്പലപ്പുഴയിൽ സ്ഥാപിക്കുന്നത്. ഓക്കെ. ഇനി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം എന്താണ്? വിജ്ഞാന കൈരളിയാണ്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ്? കൊണ്ടോട്ടിയിലാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രങ്ങൾ സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? കിലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഗദ്ദിക
100/21 ചോദ്യമാണ്. ഈ ഗദ്ദിക എന്ന കലാരൂപം ഏത് ജില്ലയിലാണ് പ്രചാരത്തിലുള്ളത്? നമ്മൾ ഇന്ന് പഠിച്ചു. ഏതിലാണ്? വയനാട്ടിലാണ് എന്ന് പറഞ്ഞു അല്ലെ. ഗദ്ദിക എവിടെയാണ്? വയനാട്. ഓക്കെ. എങ്കിൽ ഈ ഗദ്ദിക എന്ന ഇത് എന്താണ്? ഒരു ആദിവാസി കലയാണ് കേട്ടോ. എന്താണ്? ഇതൊരു ആദിവാസി കലയാണ്. ഇതിനെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? ഗദ്ദിക എന്ന ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? ആരാണ്? P.K. കാളനാണ്. ആരാണ്? P.K. കാളൻ ട്ടോ. P.K. കാളനാണ്. ഇനി കേരള ഫോക്ലോർ അക്കാദമിയുടെ അല്ലേ അതിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. അപ്പൊ നമ്മൾ കേരള ഫോക്ലോർ അക്കാദമിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? എന്തൊക്കെയാണെന്ന് റിവിഷൻ ചെയ്ത് മനസ്സിലൊന്ന് റിവിഷൻ ചെയ്ത് നോക്ക്. കേരള ഫോക്ലോർ അക്കാദമിയെ കുറിച്ച് ഇത്ര നേരം എന്തൊക്കെയാണ് നമ്മൾ കേരള ഫോക്ലോർ അക്കാദമിയെ കുറിച്ചിട്ട് പഠിച്ചത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കിട്ടുന്നുണ്ടോ? ഓർമ്മ കിട്ടുന്നുണ്ടോ? എന്തൊക്കെ പഠിച്ചു? ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ് എന്ന് പഠിച്ചു അല്ലെ. അതിന്റെ മുഖപത്രം എന്തു പറഞ്ഞു? പൊലിയാണ് എന്ന് പറഞ്ഞു അല്ലെ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്, പൊലിയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം എന്ന് പറഞ്ഞു. എങ്കിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? അതാണ് ചോദ്യം. ആരാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ? CJ കുട്ടപ്പനാണ് കേട്ടോ. ആരാണ്? CJ കുട്ടപ്പനാണ് കേട്ടോ. എങ്കിൽ കറണ്ട് അഫെയറിൽ പഠിച്ചോ. ഇപ്പൊ ആരാണ് ചെയർമാൻ? ചോദ്യങ്ങൾ വരാറുണ്ട്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. OS ഉണ്ണികൃഷ്ണനാണ്. ഇത് കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്തോ കേട്ടോ. OS ഉണ്ണികൃഷ്ണനാണ്. ഫസ്റ്റത്തെ ആരാണ്? CJ കുട്ടപ്പൻ. ഇപ്പൊ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. 47/23 കേട്ടോ. ക്വസ്റ്റ്യൻ 2023 ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. കേരള കലാമണ്ഡലം ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ ചെറുതുരുത്തിയിലാണ് അല്ലെ. എവിടെയാണ്? ചെറുതുരുത്തിയിലാണ്. ആരാണ് സ്ഥാപക അധ്യക്ഷൻ? ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് അല്ലെ. ചെറുതുരുത്തി. ഇനി അടുത്തത് 26/22 ചോദ്യമാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അത് 41/21 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചോ. നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? ഓക്കെ. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാൻ ഞാൻ ക്വസ്റ്റ്യൻ തരാം. ബാലഭാസ്കർ ഉണ്ടല്ലോ, അന്തരിച്ചു അല്ലെ. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം ഏത്? ഞാൻ എന്റെ കയ്യിൽ നിന്നിരുന്നതല്ല കേട്ടോ. അതൊക്കെ PSCയുടെ ക്വസ്റ്റ്യൻ ആണേ. 138 കേട്ടോ. 138/22. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യ ഉപകരണം 41/23. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക. പഠിച്ചവരാണെങ്കിൽ റിവിഷൻ വേഗം കിട്ടും. ഇനി നമ്മുടെ കേരള കലാമണ്ഡലം നമ്മൾ പറഞ്ഞില്ലേ. കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആര്? ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ നോക്ക് നിങ്ങൾക്ക്. ഇത് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പഠിപ്പിസ്റ്റുകളാണ് കേട്ടോ. അത് ഉറപ്പാ. നിങ്ങൾ പഠിപ്പിസ്റ്റുകളായിരിക്കും. പറയൂ. കിട്ടിയോ? എന്താണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? KM പണിക്കരാണ്. ആരാണ്? KM പണിക്കരാണ് കേട്ടോ. KM പണിക്കരാണ്. ഇനി ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം ഏതാണ്? വയലിനാണ് അല്ലേ. ഏതാണ്? വയലിനാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിത ആരാണ്? കലാമണ്ഡലം ദേവകിയാണ്. ആരാണ്? കലാമണ്ഡലം ദേവകി ട്ടോ. കലാമണ്ഡലം ദേവകിയാണ്. ക്വസ്റ്റ്യൻ കോഡ് 117/21. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിച്ചല്ലോ. നമുക്ക് ഒന്നും കൂടി റിവിഷൻ ചെയ്യാം. ഗദ്ദിക പ്രചാരത്തിലുള്ള ജില്ല എവിടെയാണ്? വയനാടാണ്.
ആരാണ് ഗദ്ദികയെ പരിപോഷിപ്പിച്ച് നല്ല ലെവലിലാക്കി തീർത്ത ആദിവാസി കല? PK കാളനാണ് അല്ലേ? PK കാളനാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ CJ കുട്ടപ്പനാണ്. എങ്കിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം എന്താണ്? പൊലിയാണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്. എങ്കിൽ ഇപ്പോഴത്തെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാ? OS ഉണ്ണികൃഷ്ണനാണ്. ഇനി കേരള കലാമണ്ഡലത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്തൊക്കെ പഠിക്കാം? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുതുരുത്തിയിലാണ്. ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ആരാണ് അതിന്റെ സ്ഥാപക അധ്യക്ഷൻ? ആരാണ് സ്ഥാപക അധ്യക്ഷൻ? വള്ളത്തോൾ നാരായണ മേനോനാണ് അല്ലേ? ഏതാണ് കേരള കലാമണ്ഡലത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സ്ഥാപക അധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി കേരള സാഹിത്യ അക്കാദമിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിലോ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? KM പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് KM പണിക്കരാണ്. എങ്കിൽ കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്യണ്ടേ? നൗ ഇപ്പൊ ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്? K സച്ചിദാനന്ദനാണ്. K സച്ചിദാനന്ദനാണ് എന്ത് ചെയ്യുന്നത്? കേരള ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ? ആരാണ്? K സച്ചിദാനന്ദനാണ് കേട്ടോ. കേന്ദ്രത്തിലെ ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാ ഇപ്പോ? ആരാണ്? മാധവ് കൗശിക്കാണ് കേട്ടോ. മാധവ് കൗശിക്കാണ് കേട്ടോ കേന്ദ്രത്തില്. ഇനി ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം വയലിനാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം, തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിത ആരാ? കലാമണ്ഡലം ദേവകിയാണ്. അടുത്ത വീട്ടിലെ ദേവകി അമ്മ ഉണ്ടെങ്കിൽ ആലോചിക്കാം. ഫ്രണ്ട്സ്, നമുക്കിനി കാനായി കുഞ്ഞിരാമനെ കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. 80/22 നമ്മുടെ കേരള PSC ചോദിച്ചതാണ്. കാനായി കുഞ്ഞിരാമനെ കുറിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് ചോദിച്ചു. അപ്പൊ നമുക്കൊന്ന് പഠിക്കണം അല്ലേ? KCS പണിക്കരും ധനപാലൻ എന്നിവരുടെ ശിഷ്യനായിരുന്നു ആര്? കാനായി കുഞ്ഞിരാമൻ. ആരാണ്? KCS പണിക്കർ. KCS പണിക്കരും അതുപോലെ ധനപാലൻ ഇവരുടെ ആരായിരുന്നു? ഒരു ശിഷ്യനായിരുന്നു കാനായി കുഞ്ഞിരാമൻ. അതുപോലെ ഇവർക്ക് രാജാ രവിവർമ്മ അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. രാജാ രവിവർമ്മ അവാർഡ്. അതുപോലെ തിക്കുറിശി അവാർഡും കിട്ടിയിട്ടുണ്ട്. കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചെന്നൈയില് ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിൽ, അതുപോലെ ലണ്ടനിലെ സ്റ്റേറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനവും ഒക്കെ ആയിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ തെയ്യം കലാകാരനാണ് രാമൻ. ആരാണ്? തെയ്യം കലാകാരനാണ്. അപ്പൊ ഈ തെയ്യം കലാകാരനായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ഒരു ആചാര പട്ടം നൽകിയിട്ട് ആദരിച്ച തമ്പുരാൻ ആര്? 215/23 ചോദ്യമാണ്. എന്താണ് അദ്ദേഹത്തിന് ഒരു ആചാരപ്പട്ടം കൊടുത്തത്? മണക്കാടൻ ഗുരുക്കൾ എന്ന ഒരു ആചാരപ്പട്ടം തെയ്യം കലാകാരനായ രാമന് നൽകി. അത് ഏത് തമ്പുരാനാണ് നൽകിയത്? ആരാണ്? ചിറക്കൽ തമ്പുരാനാണ് കേട്ടോ. ആരാണ്? ചിറക്കൽ തമ്പുരാനാണ് തെയ്യം കലാകാരനായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ചത്. ഇനി മണി മാധവ ചാക്യാരെ കുറിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്ന് ചോദിച്ചു. അപ്പൊ മണി മാധവ ചാക്യാരെ കുറിച്ച് പഠിക്കേണ്ടത് നമ്മുടെ കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് അറിയപ്പെടുന്നു. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് അറിയപ്പെടുന്നത്. നാളെ ചോദ്യം അങ്ങനെ വരാം. ചിലപ്പോൾ നമ്മൾ ലാബ് അസിസ്റ്റന്റിന് നിങ്ങൾ എക്സാമിന് പോകുമ്പോഴായിരിക്കും കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ആരെഴുതും? മണി മാധവ ചാക്യാരാണെന്ന് എഴുതണം അല്ലേ? കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ ആരാണ്? മണി മാധവ ചാക്യാരാണ്. അതുപോലെ നമ്മുടെ സംസ്കൃത നാടകമായ കൂടിയാട്ടത്തെ ആ കൂടിയാട്ടത്തെ കുറിച്ചിട്ട് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചതും ആരാണ്? അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നാട്യകൽപദ്രുമം രചിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. മണി മാധവ ചാക്യാരാണ്. ആരാണ്? മണി മാധവ ചാക്യാരാണ്. ഇനി 1974 പത്മശ്രീ പുരസ്കാരം അവർക്ക് ലഭിക്കുന്നത്. അപ്പൊ മണി മാധവ ചാക്യാർ നമ്മുടെ കേരളത്തിൽ
കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരനാണ്. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് നൃത്തമാണ്? പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യമാണ് കേട്ടോ. ഏതാണ്? ഭരതനാട്യം. 135/23 ചോദ്യമാണ്. ഓക്കെ, 125/23. പത്മ സുബ്രഹ്മണ്യം ഏതാണ്? ഭരതനാട്യ കലാകാരിയാണ് കേട്ടോ. ഭരതനാട്യമാണ് പത്മ സുബ്രഹ്മണ്യം. കഥകളിക്ക് അവലംബമായിരിക്കുന്ന സാഹിത്യരൂപം ഏത്? കണ്ടോ, ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റേഷൻ വന്ന് കണ്ടോ. കഥകളിക്ക് അവലംബമായിരിക്കുന്ന സാഹിത്യരൂപത്തിന്റെ പേര് ഏതാണ്? ആട്ടക്കഥയാണ് അല്ലേ. കഥകളിക്ക് അവലംബമായിരിക്കുന്നത് ഏതാണ്? ആട്ടക്കഥ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ കേരളത്തില് നാടൻ കളിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഏതിനാണ്? നാടൻ കളി കേട്ടോ. നാടൻ കളിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? കായിക വകുപ്പ് കേട്ടോ. കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഏതാണ്? 66/2024 ചോദ്യമാണ്. നാടൻ കളി പ്രചാരണത്തിന് വേണ്ടിയിട്ട് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ടാണ്. ഏതാണ്? കളിത്തട്ട് കേട്ടോ. കളിത്തട്ട് മറക്കരുതേ, കളിത്തട്ട്. ഇനി അടുത്തത് കണ്യാർ കളിയെ കുറിച്ചിട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്ന് ചോദിച്ചു. കണ്യാർ കളിയെ കുറിച്ചിട്ട് 66/24 ചോദ്യമാണ്. കണ്യാർ കളി എന്തൊക്കെയാണ്? കണ്യാർ കളി പ്രചാരത്തിലുള്ള ജില്ല നേരത്തെ ഞാൻ പറഞ്ഞതാണ്. കണ്യാർ കളി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് അല്ലേ. പിന്നെ എന്തൊക്കെ പറയാം കണ്യാർ കളിയെ കുറിച്ചിട്ട്? പാലക്കാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്യാർ കളി വേറെ ഏത് ജില്ലയിലില്ല. പിന്നെ മലമക്കളി, കണ്യാർ കളിയുടെ മറ്റൊരു പേരാണ് മലമക്കളി. അതുപോലെ ദേശക്കളി, മലമക്കളി, ദേശക്കളി എന്ന പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ചിലപ്പതികാരം കേട്ടിട്ടില്ലേ? ചിലപ്പതികാരം. ആ ചിലപ്പതികാരത്തില് കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കണ്യാർ കളി കളിക്കുന്നത് കേട്ടോ. കണ്യാർ കളി കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താൻ. ഓക്കെ, ചിലപ്പോൾ നാളെ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താൻ ഉള്ള കേരളത്തിലെ കലാരൂപം ഏതെന്ന് ചോദിച്ചാൽ ഏതെഴുതണം? കണ്യാർ കളി എഴുതണം. കണ്യാർ കളി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ മാത്രമുള്ളതാണ്. കണ്യാർ കളിയുടെ മറ്റൊരു പേരുകൾ എന്തൊക്കെയാണ്? മലമക്കളി, ദേശക്കളി എന്നൊക്കെ അറിയപ്പെടുന്നത് കണ്യാർ കളിയാണ്. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണ് കണ്യാർ കളി. മനസ്സിലായോ? 66/24 ചോദ്യമാണ്. ഓക്കെ, അടുത്ത നോക്ക്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 ദേശീയ ദൃശ്യകലകൾ, കേരളീയ ദൃശ്യകലകൾ ഏത്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട 2 ഏതൊക്കെയാണ്? 2 ദൃശ്യകലകള് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം നിങ്ങളോട് താഴെ കമന്റ്, ഞാൻ നേരത്തെ 2, 4, 5 പ്രാവശ്യമൊക്കെ ഈ കാസ്കോ പറഞ്ഞു. ഇനി നിങ്ങളോട് ഞാൻ പറയാം താഴെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ എന്ന് പറയും. കാരണം താഴെ ഒന്ന് കമന്റ് ചെയ്താൽ, ഒരിക്കൽ കമന്റ് ചെയ്താൽ മതി. പിന്നെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മറക്കില്ല. അതിന് വേണ്ട പ്രശ്നം ആരും കമന്റ് ചെയ്യില്ല, അത് ഉറപ്പാണ്. എന്നാൽ ഞാൻ തന്നെ ഇവിടെ പറഞ്ഞുതരാം. കൂടിയാട്ടവും ഫസ്റ്റ് ഏതാണ്? കൂടിയാട്ടം അല്ലേ. രണ്ടാമത് ഏതാണ്? മുടിയേറ്റ് അല്ലേ. കൂടിയാട്ടം, മുടിയേറ്റ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ? 71 കേട്ടോ. 71/24 ചോദ്യമാണ്. ഇനി അടുത്തത് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏത്? കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം പഠിച്ചവര് ക്ലാസ്സിൽ നന്നായിട്ട് ഇപ്പോ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ ആൻസർ എഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിപ്പോ ചർച്ച ചെയ്ത് വെച്ചോളൂ. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയിരിക്കുന്ന ആധികാരിക ഗ്രന്ഥം ഏതാണ്? നാട്യകൽപദ്രുമം അല്ലേ. ഇപ്പൊ പറഞ്ഞില്ലേ, നാട്യകൽപദ്രുമം രചിച്ചത് ആരാണ്? ഇത് എഴുതിയത്? മാണി മാധവ ചാക്യാർ. നമ്മൾ പറഞ്ഞു മാണി മാധവ ചാക്യാർ. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ മാണി മാധവ ചാക്യാർ. പറഞ്ഞില്ലേ, കൂടിയാട്ടത്തിന് ആധികാരികമായ നാട്യകൽപദ്രുമം രചിച്ചത് മാണി മാധവ ചാക്യാർ. ഇപ്പൊ പറഞ്ഞു. അപ്പോ കൂടിയാട്ടത്തിന് ആധികാരികമായിട്ട് ഉള്ള ഗ്രന്ഥം ഏതാണ്? നാട്യകൽപദ്രുമമാണ്. മാണി മാധവ ചാക്യാരാണ് കേട്ടോ. അതും 71/24 ചോദ്യം തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഭൈരവി കോലം
കുറച്ച് നേരത്തെ 2022-ലോ 2023-ലോ പറഞ്ഞൊന്നുമില്ല ഞാന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പറഞ്ഞു. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 78 ബാർ. വീണ്ടും 24 ചോദിച്ചു. കണ്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗുണം. പഠിച്ചവർക്ക് എന്ത് ചെയ്യും? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോയവർക്ക് ഇത് എഴുതിയിട്ടുണ്ടാവും. ഭൈരവിക്കോലം ഏത് കലാരൂപമാണ്? പടയണിയാണ് അല്ലേ? പടയണിയാണ്. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാ പറഞ്ഞത്? തപ്പും ചെണ്ടയും അല്ലേ? തപ്പും ചെണ്ടയുമാണ്. ഇനി കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെയാണ്? കഥകളിലെ വേഷങ്ങൾ 104/24. കഥകളിൽ ഏതൊക്കെ വേഷങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞത്? കത്തി, കരി, പിന്നെ താടി, പച്ച, മിനുക്ക് അല്ലേ? കത്തി, കരി, താടി, പച്ച, മിനുക്ക്. 104/24 ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പഠിച്ചത് ഒന്നും കൂടി റിവിഷൻ ചെയ്യാം. കേരളത്തില് നാടൻകളിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കളിത്തട്ട്. ഇനി കണ്യാർക്കളിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ്? കണ്യാർക്കളി പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. മലമക്കളി എന്നും ദേശക്കളി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്യാർക്കളി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ രണ്ട് ദൃശ്യ കലാരൂപങ്ങളാണ് കൂടിയാട്ടവും മുടിയേറ്റും. അങ്ങനത്തെ ഓർഡർ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. രണ്ടാമത്തേന്ന് ചോദിച്ചാൽ മുടിയേറ്റാണ്. കൂടിയാട്ടം ശാസ്ത്രീയമായിട്ട് എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ നാട്യകൽപദ്രുമമാണ്. ആരാണ് ആ ഗ്രന്ഥം രചിച്ചത്? മണി മാധവ ചാക്യാരാണ്. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണിയുമായിട്ട്. കഥകളിലെ വേഷങ്ങൾ ഏതൊക്കെയാണ്? കത്തി, കരി, താടി, പച്ച, മിനുക്ക്. അടുത്തതിലേക്ക് കടന്നാലോ? കൂത്ത്. അടുത്തെന്താണ്? കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യം. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? 109/24 ചോദ്യമാണ്. കൂത്തിന് ഏതാണ് ഉപയോഗിക്കുക? മിഴാവാണ് കേട്ടോ. അത് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? മിഴാവാണ്. അടുത്തത് വെട്ടത്ത് സമ്പ്രദായം. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? വെട്ടത്ത് സമ്പ്രദായം അത് 109/24 ഏതാണ് വെട്ടത്ത് സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? കഥകളിയാണ് അല്ലേ? കഥകളി. വെട്ടത്ത് സമ്പ്രദായം ഏതുമാണ്? കഥകളി. ഇനി അടുത്തത് നമ്മുടെ ഇരയിമ്മൻ തമ്പി ഉണ്ട് അല്ലെ? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്നത്. ഇരയിമ്മൻ തമ്പി ഏതൊക്കെയാണ്? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഉത്തരാ സ്വയംവരം. ഏതൊക്കെയാണ്? ഉത്തരാ സ്വയംവരം. പിന്നെ ഏത് വരും? കീചകവധം. ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. ഇതൊക്കെ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ വരുന്നതാണ് കേട്ടോ. ഉത്തരാ സ്വയംവരം, കീചകവധം, ദക്ഷയാഗം. ഇനി നമ്മുടെ കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? തനതായ നൃത്ത കലാരൂപം. വേഗം ചെയ്യണേ. ഇതൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ് അല്ലേ? ഏതാണ്? മോഹിനിയാട്ടം. 19/24 ചോദ്യമാണ്. ഇനി അലാമിക്കളി എന്ന നാടോടി കലാരൂപം കണ്ടുവരുന്നത് ഏത് ജില്ലയിലാണ്? അലാമിക്കളി ട്ടോ. എവിടെയാണ്? ഏത് ജില്ലയിലാണ് അലാമിക്കളി എന്ന നാടോടി കലാരൂപം? അലാമിക്കളി എവിടെയാണ്? കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് അല്ലേ? കാസർഗോഡ് നമ്മൾ നേരത്തെ വേറൊന്ന് പറഞ്ഞില്ലേ? യക്ഷഗാനം 22/24 ചോദ്യമാണ്. അപ്പൊ അലാമിക്കളി കണക്ട് ചെയ്ത് പഠിച്ചോ കേട്ടോ. യക്ഷഗാനം നമുക്കറിയാം കാസർഗോഡ്. അതുപോലെ അതിന്റെ കൂടെ ചേർത്തിക്കോട്ടോ അലാമിക്കളി. എന്താണ്? അലാമിക്കളി ട്ടോ. അലാമിക്കളി കാസർഗോഡാണ് കേട്ടോ. ഗദ്ദിക എവിടെയാണ്? വയനാടാണ് അല്ലെ? കണ്യാർക്കളി എവിടെയാണ്? പാലക്കാടാണ് അല്ലെ? അർജുന നൃത്തം എവിടെയാണ്? കോട്ടയത്താണ് അല്ലെ? അർജുന നൃത്തം എവിടെയാണ്? കോട്ടയത്താണ്. പഠിച്ചോ? ഇനി മറക്കാൻ പാടില്ല കേട്ടോ. അലാമിക്കളി എവിടെയാണ്? കാസർഗോഡ്. എവിടെയാണ്? കാസർഗോഡ്. അലാമിക്കളി എവിടെയാണ്? കാസർഗോഡ്. ഇനി കൂടിയാട്ടം
ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? കൂടിയാട്ടം ആധികാരികമായിട്ടുള്ള നാട്യകൽപദ്രുമം രചിച്ചത് ആരാണ്? അപ്പൊ കൂടിയാട്ടം മാണി മാധവ ചാക്യാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ? മാണി മാധവ ചാക്യാർ. 41/24 ചോദ്യമാണ്. കൂടിയാട്ടം എന്താണ്? മാണി മാധവ ചാക്യാർ. കേരള നടനം ആരാ? കേരള നടനം ആരാണ്? വരട്ടെ. ഗുരു ഗോപിനാഥ് അല്ലേ? ഗുരു ഗോപിനാഥിൻ്റെതാണ് കേരള. ചോദിച്ചതാണ്. PSC ചോദ്യങ്ങളാണ്. 41/24 ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് മക്കളെ? മിഴാവാണ്. ഏതാണ്? മിഴാവ്. വെട്ടത്ത് സമ്പ്രദായം ഏതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? കഥകളി. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഏതൊക്കെയാണ് വരിക? ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. ആലാമിക്കളി പ്രചാരത്തിലുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കൂടിയാട്ടം മാണി മാധവ ചാക്യാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതൊരു സംസ്കൃത നാടകമാണ് കേട്ടോ. കൂടിയാട്ടം എന്ന് പറയുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ കേരളത്തിലെ നൃത്ത കലാരൂപമാണ്. ഏതാണ്? കൂടിയാട്ടം. അതൊരു സംസ്കൃത നാടകമാണ്. പഠിച്ചോ? മാണി മാധവ ചാക്യാർ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നാട്യകൽപദ്രുമം രചിച്ചിരിക്കുന്നത്. ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കണേ. കേരള നടനം ആരാണ്? ഗുരു ഗോപിനാഥാണ് കേരള നടനം. ഓക്കെ. അടുത്ത മക്കളെ 25/24 ചോദ്യം നോക്കിയാലോ. 25/24 ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത്. ചവിട്ടുനാടകം അത് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചവിട്ടുനാടകം നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലേ? ആരാണ്? പോർച്ചുഗീസുകാരാണ്. പിയാത്ത ആരുടെ സൃഷ്ടിയാണ്? പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? 59/2024 ചോദ്യമാണ്. പിയാത്ത ആരുടെ കലാസൃഷ്ടി? പിയാത്ത ആരുടെയാ? മൈക്കലാഞ്ചലോ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു. ഏതാണ്? അന്ത്യവിധിയിലെ അന്ത്യവിധി ആരുടേതാണ്? മൈക്കലാഞ്ചലോയുടേതാണ്. അന്ത്യവിധി. പിയാത്ത ആരുടേതാണ്? മൈക്കലാഞ്ചലോ. ഇനി ഗൂമർ എവിടെയാണ്? ഗൂമർ നൃത്തം എവിടെയാണ്? ഗൂമർ എന്ന നൃത്തം എവിടെയാണ്? രാജസ്ഥാനിലാണ്. എവിടെയാണ് ഗൂമർ? രാജസ്ഥാൻ ട്ടോ. നമ്മൾ നേരത്തെ അസമിൽ പഠിച്ചില്ലേ? സാത്രിയ എവിടെയാണ് പഠിച്ചത്? അസമിലാണ് അല്ലേ? സാത്രിയ അസമിലാണ്. ഗൂമർ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലാണ്. ഓക്കെ. കുമാരനാശാൻ അന്തരിച്ച വർഷം എപ്പോഴാണ്? കുമാരനാശാൻ അന്തരിച്ചത് പറയൂ. കുമാരനാശാൻ അന്തരിച്ച വർഷം എപ്പോഴാ? 1924. റെഡീമർ ബോട്ട് അപകടം എന്ന് പറയില്ലേ? റെഡീമർ ബോട്ട് അപകടത്തിൽ കുമാരനാശാൻ അന്തരിച്ചത് 1924. ഗൂമർ നാടോടി നൃത്തം രാജസ്ഥാൻ അല്ലേ? 47/24 ചോദ്യമാണ്. ഓക്കെ. കുമാരനാശാൻ അന്തരിച്ചത് 38/24 1924. ഇനി അടുത്തത് 2024 ജനുവരി മാസം 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആരാണ്? ക്വസ്റ്റ്യൻ അത് ഡിലീഷൻ ആയിരുന്നു കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതു രംഗത്താണ് പ്രശസ്തി നേടിയത്? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതാണ്? സർക്കസ് ആണ് അല്ലേ? സർക്കസ് ആണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ് ആണ്. 94/24. ഓക്കെ. ഇനി PN പണിക്കരുടെ ജന്മസ്ഥലം. അദ്ദേഹത്തിന്റെ പറയൂ. PN പണിക്കരുടെ ജന്മസ്ഥലം. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയിലാണ് അല്ലേ? ആലപ്പുഴ. വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് PN പണിക്കരുടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. PN പണിക്കരുടെ ജന്മദിനമാണോ ചരമദിനമാണോ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഏതാണ്? അദ്ദേഹത്തിന്റെ മരണമാണ് അല്ലേ? PN പണിക്കരുടെ മരണമാണ് അല്ലേ? ആ ദിനമാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ആലപ്പുഴയിലാണ്. 11/24. ഓക്കെ. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്.
പിയാത്ത ആരുടെ സൃഷ്ടിയാണ്? മൈക്കൽ ആഞ്ചലോ. അന്ത്യവിധി മൈക്കൽ ആഞ്ചലോ. ഘൂമർ എന്ന നൃത്തരൂപം രാജസ്ഥാനിലാണ്. സാത്രിയ അസമിലാണ്. കുമാരനാശാൻ അന്തരിച്ചത് 1924. വൈക്കം സത്യാഗ്രഹം അല്ലേ? ആ സമയത്ത് ആലോചിക്കുക. അടുത്തത് കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സർക്കസ്. PN പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴ. സൂക്ഷിച്ചു നോക്കൂ. എന്താണ്? സൂക്ഷിച്ചു നോക്കൂ. അല്ലേ? സൂക്ഷിച്ചു നോക്കൂ. കവിതയല്ലാതെന്തുണ്ട്? കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? സൂക്ഷിച്ചു നോക്കൂ. കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാത്തിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? P. കുഞ്ഞിരാമൻ നായരാണ്. ആരാണ്? P. കുഞ്ഞിരാമൻ നായർ. P. കുഞ്ഞിരാമൻ നായർ. 22/24. അടുത്തത് അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമ്മന്നൂർ മാധവ ചാക്യാർ കേട്ടോ. അമ്മന്നൂർ മാധവ ചാക്യാർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കൂടിയാട്ടം. ഏതാണ്? കൂടിയാട്ടം. 27/24. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാമാണ്? CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണ്? രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണ്? ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ? PS ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചാലോ അല്ലെ? ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? സാകേതം പിന്നെ ഏതാ? ലങ്കാലക്ഷ്മിയും ട്ടോ. സാകേതവും ലങ്കാലക്ഷ്മിയുമാണ് ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും. ഋഷ്യശൃംഖനും അലക്സാണ്ടറും ഇതൊരു നാടകമാണ് കേട്ടോ. ഇതാരാണ് രചിച്ചത്? വൈലോപ്പിള്ളിയാണ്. വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. 122/24 ചോദ്യമാണ് മക്കളെ. ഇത് 66/24 ചോദ്യമാണ്. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. ഇനി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടേതാണ്? അത് മാത്രം നമുക്ക് വേഗം കിട്ടും അല്ലേ? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. PSC നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കൂ. നിങ്ങൾ ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെയാണ് എഴുതുക അല്ലേ? VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കവിതയാണോ നോവലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു നാടകമാണ് കേട്ടോ. അത് ശ്രദ്ധിക്കണേ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. 13/24. ഇവിടെ എന്തൊക്കെ പഠിച്ചു? സൂക്ഷിച്ചു നോക്കൂ. കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ അല്ലേ? എല്ലാത്തിനും കവിത ദർശിച്ച ഈ മഹാകവിയാണ് P. കുഞ്ഞിരാമൻ നായർ. ആരാണ്? P. കുഞ്ഞിരാമൻ നായരാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ഇനി ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ വരും. ഫോൺ ലാപ്ടോപ്പ് ഓഫ് ആകുണ്ടോ? കാരണം ഇത്ര നേരം കറണ്ടില്ലാതെ ചാർജ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഏതൊക്കെയാണ് എന്ന് ചെയ്യൂ. ഏതൊക്കെയാണ് ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങൾ? സാകേതവും ലങ്കാലക്ഷ്മിയും അല്ലേ? ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം. ഓക്കെ, വൈശാലി സിനിമയിലെ ഋഷ്യശൃംഖനെ കുറിച്ചിട്ട് നമ്മൾ ആ ഒരു സിനിമയിലെ അപ്പൊ വൈലോപ്പിള്ളി ഒന്ന് കണക്ട് ചെയ്യട്ടാ. വൈലോപ്പിള്ളിയാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അടുത്തത് മക്കളെ 140/24 PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്ത് ചോദിച്ചു? കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ
ഏതൊക്കെ എന്ന് കണ്ടോ? PSC യുടെ റിപ്പീറ്റേഷൻ കണ്ടോ? നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാതെ പോയിട്ട് എന്താ കാര്യം? ഇപ്പൊ നോക്ക്, ഞാൻ ആവർത്തിച്ച് എത്ര പ്രാവശ്യം ഈ പറഞ്ഞതെന്നാ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അത് PSC പറഞ്ഞതാണ്. ഓക്കെ, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗുണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ, കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ 140/24 ചോദ്യമാണ് മക്കളെ. പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ ഞാന്? ചെണ്ട, ചേങ്ങില, ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. അതൊരു ഫ്ലോ ആയിട്ട് പഠിക്കേ, ഒരു പാട്ട് പോലെ പഠിക്കും മക്കളെ. ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധ മദ്ദളം. ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ഇനി കഥകളിയെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകൾ എന്തൊക്കെ നമുക്ക് പഠിക്കാം? കഥകളിയെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകൾ ചോദിച്ചു PSC. എന്തൊക്കെ പറയാം? കഥകളി എന്താണ്? കഥകളി എന്താണ് പറയൂ? ഒരു ദൃശ്യകലയാണ് അല്ലേ? എന്താണ്? ഒരു ദൃശ്യകലയാണ്. നമുക്ക് കാണാൻ കഴിയില്ലേ? കാണാൻ കഴിയും അല്ലേ? ദൃശ്യകലയാണ് അല്ലേ? 134 144/24 ഒരു ദൃശ്യകലയാണ്. പിന്നെ എന്ത് പറയാം? പിന്നെ എന്ത് പറയാം? പച്ച അല്ലേ? കഥകളിലെ വേഷങ്ങളാണ് പച്ച, കരി, കത്തി, താടി, മിനുക്ക്. ഇതൊക്കെ എന്താണ്? ഇതിലൊക്കെ വേഷവിധാനങ്ങളാണ് അല്ലെ? പച്ച, കരി, കത്തി, താടി, മിനുക്ക്. കഥകളിക്ക് ആചാരമായിട്ടുള്ള ഗ്രന്ഥം ആട്ടക്കഥ. ഏതാണ്? ആട്ടക്കഥ. ഒന്നും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത നോക്കിയാലോ? കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം. സർക്കസുമായിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? സർക്കസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ് മക്കളെ? പരിശീലന കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം 134/24 പറയാ. എവിടെയാണ്? തലശ്ശേരി. 3 സീകളുടെ നാട് എന്ന് പറയുന്നത് നമ്മൾ തലശ്ശേരി പഠിക്കും അല്ലേ? സർക്കസ് പരിശീലന കേന്ദ്രം ഏതാണ്? തലശ്ശേരിയാണ്. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരള കലാരൂപം. യൂറോപ്യൻ. എന്താ PSC ഇങ്ങനെ? ഞങ്ങൾ പാവങ്ങളല്ലേ, എങ്ങനെയൊക്കെ ചോദിച്ചാലും. യൂറോപ്യൻ ഓപ്പറയോട്. ഏത് ഓപ്പറ അല്ലേ? യൂറോപ്യൻ ഒപ്പേറ അല്ലേ? ഒപ്പേറ, ഒപ്പേറ. നമ്മുടെ സെർച്ച് എഞ്ചിൻ അല്ലേ? ഒപ്പേറ. പിന്നെ നമുക്കറിയാം ഓപ്പോ ഫോൺ അല്ലേ? നമുക്ക് ഓപ്പോ ഫോൺ അറിയും അല്ലേ? പിന്നെയോ നമ്മുടെ ഓപ്പറ, നമ്മുടെ IT നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ യൂറോപ്യൻ ഓപ്പറയെ കുറിച്ച് നമുക്ക് എന്തറിയാം അല്ലേ? അറിയോ? എനിക്കറിയില്ല. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കലാരൂപം ഏതാണ്? യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കലാരൂപം. ഇവിടുത്തെ കലാരൂപമേ നമുക്ക് നേരെ അറിയുന്നില്ല അല്ലേ? യൂറോപ്യൻ ഓപ്പറയോടുള്ള സാദൃശ്യമുള്ള കലാരൂപം ഏതാ മക്കളെ? ചവിട്ട് നാടകമാണ് കേട്ടോ. ചവിട്ട് നാടകം. ആരാ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത്? ആരാണ്? ആരാണ് മക്കളെ? പോർച്ചുഗീസുകാരാണ് അല്ലേ? പോർച്ചുഗീസുകാരാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നിലവിൽ വന്ന വർഷം? കേരള, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിന് കോഡൊക്കെ ഇടാൻ മറന്നു അല്ലെ? 134/24 ചോദ്യം തന്നെയാണ് മക്കളെ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം പറയൂ. 98 അല്ലേ? 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം. ഇവിടെ ഒന്നും കൂടി പഠിച്ചാലോ? കഥകളി ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയെന്ന് PSC ചോദിച്ചു. 140/2024 ചോദ്യം. ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. ഇനി കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കി. ദൃശ്യകലയാണ്. പച്ച, കരി, കത്തി, താടി, മിനുക്ക്. ഇതൊക്കെ ഇതിലെ വേഷങ്ങളാണ്. ഇതിന് ആധാരമായിട്ടുള്ള ഗ്രന്ഥം ആട്ടക്കഥയാണ്. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം തലശ്ശേരി അല്ലേ? പിന്നെ യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ളത് ചവിട്ട് നാടകം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം 1998. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു മക്കളെ. 140/24 വീണ്ടും PSC ചോദിച്ചു. CJ തോമസിന്റെ നാടകങ്ങൾ ഏതൊക്കെ എന്ന്. കാരണം CJ തോമസ് എന്ന് പറയുന്നത് നാടകരംഗത്തെ പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്താണ് CJ തോമസ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു. ഏതൊക്കെയാണ് നാടകങ്ങൾ? അവൻ വീണ്ടും വരുന്നു. ആര്? അവൻ വീണ്ടും വരുന്നു. പിന്നെ ഏത് മക്കളെ? പിന്നെ ഏത് വരും? 1128 ക്രൈം
27. കണ്ടോ, ഇത് ആരുടേതാണ്? CJ തോമസിന്റെ നാടകങ്ങളാണ്. അവൻ വീണ്ടും വരുന്നു 1128 ക്രൈം 27 എന്നതും CJ തോമസിന്റെ പ്രശസ്തമായ നാടകങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യാലയ ചന്ദ്രിക. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനുഷ്യാലയ ചന്ദ്രിക, ചാന്ദ്രികയല്ല കേട്ടോ, ചന്ദ്രിക ശരിയെന്നല്ല, ഇത് ശരിയെന്നല്ല. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഗാർഹിക വാസ്തുവിദ്യ. മനുഷ്യാലയം പറയുമ്പോൾ വീട്ടിലാണല്ലോ മനുഷ്യൻ താമസിക്കുക, അതിൽ നിന്നെങ്കിലും ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഗാർഹിക വാസ്തുവിദ്യ കേട്ടോ, ഗാർഹിക വാസ്തുവിദ്യ. ഇനി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം, ഞാൻ കുറെ റിപ്പീറ്റേഷൻ പറഞ്ഞു, ഏതാണ്? മുടിയേറ്റാണ് അല്ലേ, മുടിയേറ്റാണ് രണ്ടാമത്. അപ്പൊ ഫസ്റ്റ് ഏതാ? കൂടിയാട്ടം അല്ലേ. ഫസ്റ്റ് ഏതാണ്? കൂടിയാട്ടം. കൂടിയാട്ടം എന്താ മക്കളെ? ഒരു സംസ്കൃത നാടകമാണ് അല്ലേ. കൂടിയാട്ടം ഒരു സംസ്കൃത നാടകമാണ്. ആരാ ഇതുമായിട്ട് ബന്ധപ്പെട്ട നാട്യകൽപദ്രുമം രചിച്ചത്? മണി മാധവ ചാക്യാറാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി കേരളീയ കലാരൂപം ഏതാണ്? കേരളീയ കലാരൂപം മോഹിനിയാട്ടമാണ് അല്ലേ. ആരാണ്? മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തെ കുറിച്ചിട്ട് കുറച്ച് ഓപ്ഷൻ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു ലാസ്യ നൃത്തരൂപമാണ് അല്ലേ, ഒരു ലാസ്യ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം പ്രചരിപ്പിക്കാൻ കൊണ്ടുവന്നത് ആരാ? കനഗ്രലെ അല്ലേ. കനഗ്രലെ അത് ചോദിച്ചു. അതുപോലെ ഇതിലുള്ള കുറെ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് ആരാ? വടിവേലു. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. കേരളീയ കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം. മട്ടന്നൂർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 154/24, 151/24. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്താ വഴിക്ക് തരുന്നത്? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്റെ കൈ നിർത്തി തരുവാണോന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വെച്ച് അടിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കയറിക്കാം കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറഞ്ഞതിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? പഞ്ചവാദ്യത്തിൽ ചെണ്ടയില്ല. അങ്ങനെ തന്നെ പഠിച്ചോ. പഞ്ചവാദ്യത്തിൽ ചെണ്ടയില്ല. ഓക്കെ, പഠിച്ചോ. അങ്ങനെ തന്നെ പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ. മനസ്സിലായോ? പഞ്ചവാദ്യത്തിൽ ചെണ്ടയില്ല കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ചെണ്ടയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? കഥകളി ഉണ്ടായത് ഏത് കലാരൂപത്തിൽ നിന്നാണ്? പറയൂ. രാമനാട്ടം അല്ലേ. ഏതാണ്? രാമനാട്ടം. കഥകളി ഉണ്ടായത് ഏതിൽ നിന്നാണ്? രാമനാട്ടത്തിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 5/2025. കഥകളി ഉണ്ടായത് രാമനാട്ടം എന്ന കലാരൂപത്തിൽ നിന്നാണ്. ഇവിടെ എന്തൊക്കെ പഠിച്ചു? CJ തോമസ് പ്രശസ്തനായ നാടകകൃത്താണ്. അദ്ദേഹത്തിന്റെ 2 നാടകങ്ങൾ അവൻ വീണ്ടും വരുന്നു, രണ്ടെണ്ണമല്ല, പ്രശസ്തമായ രണ്ടെണ്ണമാണ്. 1128 ക്രൈം 27. മനുഷ്യാലയ ചന്ദ്രിക ഏതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ്? ഗാർഹിക വാസ്തുവിദ്യയുമായി കേട്ടോ. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപമാണ് മുടിയേറ്റ്. കേരളത്തിലെ തനതായ കലാരൂപം മോഹിനിയാട്ടം. മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ചെണ്ട. കഥകളി ഉണ്ടായത് ഏതിൽ നിന്നാണ്? രാമനാട്ടത്തിൽ നിന്നാണ്. പഞ്ചവാദ്യത്തിൽ ചെണ്ടയില്ല. ഓക്കെ, കഥകളിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. പഠിച്ചോ. അതിലെ വേഷങ്ങൾ കത്തി, കരിതാടി, പച്ച മിനുക്ക്. ഓക്കെ, കൂടിയാട്ടത്തെ കുറിച്ച് പഠിച്ചു. കുറെ കാര്യങ്ങൾ പറഞ്ഞു. യക്ഷഗാനം എവിടെയാണ് നമ്മൾ പറഞ്ഞത്? യക്ഷഗാനം കാസർഗോഡാണ് അല്ലേ. അലാമിക്കലി എവിടെയാ പറഞ്ഞ? കാസർഗോഡാ പറഞ്ഞു അല്ലേ. ഗൂമർ എവിടെയാ? രാജസ്ഥാൻ. സാത്രി എവിടെയാ? ആസാം ഇല്ലേ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ പറഞ്ഞു അല്ലേ, സച്ചിദാനന്ദൻ പറഞ്ഞു. എങ്കിൽ ദേശീയ തലത്തിൽ ആരാ സാഹിത്യ അക്കാദമിയുടെ ഇപ്പോ? മാധവ് കൗശിക്കാണ്. ഫോക്ലോർ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? ഫോക്ലോർ അക്കാദമിയുടെ ഇപ്പോഴത്തെ OS ഉണ്ണികൃഷ്ണനാണ്. ഫസ്റ്റത്തെ ആരാ പറഞ്ഞ? CJ കുട്ടപ്പനാണ്. ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാ? കണ്ണൂര്. എന്താ മുഖപത്രം? പോലി. കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം എന്താ പറഞ്ഞ? വിജ്ഞാന കൈരളി അല്ലേ. എന്താണ്? വിജ്ഞാന കൈരളി. പഠിച്ചല്ലോ. എപ്പോഴാ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയൊക്കെ വന്നതെന്ന് പറഞ്ഞത്? 98-ലാണ്. എവിടെയാണ് സർക്കസ് പരിശീലന കേന്ദ്രം പറഞ്ഞത്? സർക്കസ് പരിശീലന കേന്ദ്രം തലശ്ശേരിയിൽ അല്ലേ. സർക്കസ് പരിശീലന കേന്ദ്രം തലശ്ശേരിയിൽ പറഞ്ഞു. പിന്നെന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഒന്ന് റിവിഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി പറഞ്ഞോളൂ. അലാമിക്കളി എവിടെയാണ്? അലാമിക്കളി
അലാമിക്കളി എവിടെ? അലാമിക്കളി കാസർഗോഡ് അല്ലെ? അലാമിക്കളി കാസർഗോഡാണ്. കൂടിയാട്ടം ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മണി മാധവ ചാക്യാർ. കേരള നടനം ഗുരു ഗോപിനാഥ്. വെട്ടത്ത് സമ്പ്രദായം ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? കഥകളി. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഏതൊക്കെ വരും? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം അല്ലെ? ചവിട്ട് നാടകം ആരാ കൊണ്ടുവന്ന്? പോർച്ചുഗീസുകാർ അല്ലെ? പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത മൈക്കൽ ആഞ്ചലോ അല്ലെ? പിയാത്ത ആരുടേതാണ്? മൈക്കൽ ആഞ്ചലോ. മറക്കരുതേ. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? PN പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴ അല്ലെ? ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം ആരുടേതാണ്? ഋഷ്യശൃംഖനും അലക്സാണ്ടറും. വൈശാലി സിനിമ ഓർത്തോളൂ. വൈലോപ്പിള്ളി അല്ലേ? വൈലോപ്പിള്ളി അല്ലേ? അത് കണക്ട് ചെയ്താൽ മതി. ഋഷ്യശൃംഖനും ആ മറ്റേ സിനിമ ഉണ്ടല്ലോ, ബാബു ആന്റണിയൊക്കെ ആയിട്ടുള്ള സിനിമ അല്ലെ? നല്ല പാട്ടുകളുള്ള സിനിമയാണ് അല്ലേ? അവരെപ്പോഴും അവിടെ അതിലെ കണ്ടോ? എപ്പോഴും ആ പുഴയും വയലും അല്ലെ? ആ ഭാഗങ്ങളിൽ തന്നെയാണ് അല്ലേ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വൈലോപ്പിള്ളി ആലോചിച്ചോ കേട്ടോ. പിന്നെന്താ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടേതാ? VT ഭട്ടതിരിപ്പാട് അല്ലെ? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഒരു നാടകമാണ് കേട്ടോ മക്കളെ, നാടകമാണ്. ഇത് സൗണ്ട് ഒക്കെ കമ്മി ചെയ്തു തോന്നുന്നു അല്ലേ? സൗണ്ട് താന്ന് പോകണം. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? മോഹിനി ആട്ടം. ഏതാണ്? മോഹിനിയാട്ടമാണ് അല്ലെ? കായിക വകുപ്പ് നാടൻകളിയുടെ പ്രചരണത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതി ഏതാ? കളിത്തട്ട് അല്ലെ? കളിത്തട്ടാണ്. ഇനി കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാ? നാട്യകൽപ്പ ദ്രുമമാണ്. കണ്ണിയാർക്കളിയെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? കണ്ണിയാർക്കളി പാലക്കാട് ജില്ലയിൽ അല്ലെ? പാലക്കാട് ജില്ലയിലാണ്. മലമക്കളി, ദേശക്കളി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കളിയാണ് കണ്ണിയാർക്കളി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്ത കേരളത്തിലെ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? കൂടിയാട്ടവും മുടിയേറ്റും. പിന്നെ കഥകളിലെ വേഷങ്ങൾ ഏതൊക്കെയാണ്? കത്തി, കരി, താടി, പച്ച, മിനുക്ക്. ഭൈരവിക്കോലം ഏത് കലാരൂപമാണ്? പടയണി അല്ലെ? ഭൈരവിക്കോലം ഏതാണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാ പഠിച്ച? പടയണിയിൽ ഉപയോഗിക്കുന്നത് തപ്പും ചെണ്ടയും. പിന്നെന്തൊക്കെ പഠിച്ച്? കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? മിഴാവ് അല്ലെ? കൂത്തിന് ഉപയോഗിക്കുന്നതാണ് മിഴാവ്. ഒന്ന് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ക്ലാസ് ഇപ്പൊ തന്നെ സമയം 1.25 മണിക്കൂർ. കല മാത്രം എടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ. അപ്പൊ മുഴുവൻ എടുക്കണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഇരുന്നിട്ട് എടുക്കേണ്ടി വരും അല്ലെ? പിന്നെ ഉരുളക്കിഴങ്ങ് തിന്നുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് തിന്നുന്ന പൊട്ടാറ്റോ ഈറ്റേഴ്സ് ആരുടേതാ? പൊട്ടാറ്റോ ഈറ്റേഴ്സ് വിൻസെന്റ് വാൻ ഗോഗ് അല്ലെ? വിൻസെന്റ് വാൻ ഗോഗ്. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏതാ പഠിച്ചത്? കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് ഏതാണ്? കേളികൊട്ട് അല്ലെ? ഏതാണ്? കേളികൊട്ട്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തെയ്യം ഏതാണ്? മണക്കോട്ട് അമ്മ. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെ? രാജാ രവിവർമ്മയുടെ സൃഷ്ടികൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച? വീണമീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, വിശ്വമിത്രനും മേനകയും. പിന്നെ അന്ത്യവിധി, ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെ? ആരുടെയാ? മൈക്കൽ ആഞ്ചലോ അല്ലെ? അന്ത്യവിധി, ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അതുപോലെ പിയാത്ത, ഇതൊക്കെ മൈക്കൽ ആഞ്ചലോയുടേതാണ്. ഇനി ഗുരു ഗോപിനാഥ് രൂപപ്പെടുത്തിയ കേരളത്തിലെ പ്രകടന കല ഏതാണ്? കേരള നടനം. ഏതാണ്? കേരള നടനം. കലകളുടെ രാജാവ് ഏതാ? കലകളുടെ രാജാവ് കഥകളി. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരിയാണ് അല്ലെ? വാസുദേവൻ നമ്പൂതിരിയാണ്. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം അല്ലെ? ഗദ്ദിക ഏത് ജില്ലയിലാ? ഗദ്ദിക വയനാട്. അർജുന നൃത്തം കോട്ടയം. പിന്നെയോ കണ്ണിയാർക്കളി എവിടെയാ? പാലക്കാട് അല്ലെ? പാലക്കാട്. ഇനി കുച്ചിപ്പുടി ഏത് ജില്ലയിലാ? ഏത് സംസ്ഥാനത്ത് നിന്ന് ഉത്ഭവിച്ച്? ആന്ധ്രാപ്രദേശ് അല്ലെ? എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃകയിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ്? ഒന്ന് അജന്ത എലോറ ഗുഹയും താജ്മഹലും അല്ലെ? താജ്മഹലും. അസമിലെ നൃത്തരൂപം ഏതാണ്? സാത്രിയ അല്ലെ? അറപ്പുകൈ, വട്ടേൻ തിരിപ്പ്, പിള്ളതാങ്ങി എന്നീ പദങ്ങൾ ഏത് കലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? അറപ്പുകൈ, വട്ടേൻ തിരിപ്പ്, പിള്ളതാങ്ങി ഏതാണ്? കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. മോഹിനിയാട്ടത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? മോഹിനിയാട്ടം ഒരു ലാസ്യ ശൈലിയാണ്. വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തില് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വടിവേലുവാണ് ഇതിന്റെ ചൊല്ലുകെട്ടിന്റെ ഘടന ചിട്ടപ്പെടുത്തിയത്. ഇതിനെ ജനകീയവൽക്കരിച്ചത് കനക്രലയാണ് അല്ലെ? നീലംപേരൂർ പടിയണി ആഘോഷിച്ചു വരുന്ന ജില്ല എവിടെയാ? നീലംപേരൂർ പടിയണി
ആലപ്പുഴ. ഭൈരവിക്കോലം ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? പടയണി അല്ലേ? നീലംപേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഇനി കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം ഏതാണ്? കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥയാണ് അല്ലേ? ഏതാണ്? ആട്ടക്കഥ. കഥകളിയിലെ വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്കില, ഇലത്താളം. ഇനി പിന്നെന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? തുള്ളലുമായിട്ട് പറഞ്ഞു അല്ലെ? തുള്ളലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിച്ചു? ഓർമ്മ വരുന്നതൊക്കെ പറയണേ. തുള്ളലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ്? കേരളത്തിലെ ഒരു ക്ലാസിക്കൽ സോളോ നൃത്തരൂപമാണ്. പിന്നെന്ത് പഠിച്ചു? ഒരു ആക്ഷേപഹാസ്യ കലാരൂപമാണ്. തുള്ളലിന് നിരവധി അനുബന്ധ രൂപങ്ങളുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദി, സംസ്കൃത നാടകവേദി ഏതാണ്? കൂടിയാട്ടമാണ് അല്ലേ? ഏതാണ്? കൂടിയാട്ടമാണ്. പിന്നെന്താ പഠിച്ച? പടയണി എന്താണ്? പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം തപ്പ് അല്ലേ? പടയണി ഏതാണ്? തപ്പ് അല്ലേ? പിന്നെ തെയ്യത്തിലാണ് തോറ്റം പാട്ടുകള്, മുടിയേറ്റില് കാളിദാരിക പുരാവൃത്തം, കൂടിയാട്ടത്തിന് ഒരു സംസ്കൃത നാടകമാണ്. ചെണ്ടയോ? ചെണ്ട എന്തൊക്കെ പറഞ്ഞു? ഒരു തുകല് വാദ്യമാണ്. ചെണ്ട ഏതിൽ ഉൾപ്പെടില്ല? പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടില്ല കേട്ടോ. പഞ്ചവാദ്യത്തിൽ ചെണ്ടയില്ല. അങ്ങനെ പഠിച്ചോ? പഞ്ചവാദ്യത്തിൽ ചെണ്ടയില്ല. പഞ്ചാരിമേളത്തിലും പാണ്ഡിമേളത്തിലൊക്കെ ചെണ്ട ഉപയോഗിക്കുന്നു. തപ്പ് പ്രധാന വാദ്യമായിട്ടുള്ള കലാരൂപം പടയണിയാണ് അല്ലേ? തപ്പിൽ ഏതാണ്? പടയണി. പിന്നെയോ ഭൈരവിക്കോലം ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഭൈരവിക്കോലം പടയണിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കർണാടക സംഗീതത്തിൽ രാത്രി ആലപിക്കുന്ന ഗാനം ഏതാണ്? നീലാംബരി ഇല്ലേ? നീലാംബരി. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പും ചെണ്ടയുമാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എപ്പോഴാണ് കേരളത്തില്? 1981 ഏത് വകുപ്പിന് കീഴിലാണ്? സാംസ്കാരിക വകുപ്പിന് കീഴിലാണ്. ഇനി ആഗോളതലത്തിൽ മലയാള ഭാഷ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി ഏതാ? മലയാളം മിഷൻ. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം ഫോക്ലോർ പൊലി അല്ലേ? പൊലി. പിന്നെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ആരാണ് ആദ്യത്തെ അധ്യക്ഷൻ? CJ കുട്ടപ്പൻ. ഇപ്പൊ ആരാ? ഉണ്ണികൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക അധ്യക്ഷൻ ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം വിജ്ഞാന കൈരളി. മോയിൻകുട്ടി സ്മാരകം എവിടെയാ? മോയിൻകുട്ടി സ്മാരകം കൊണ്ടോട്ടി. 67 അമ്പലപ്പുഴയിലെ കുഞ്ചൻനമ്പ്യാർ സ്മാരകം സ്ഥാപിതമാകുന്നത്. പിന്നെ എന്തൊക്കെ പഠിച്ചു? കേരള ലളിതകലാ അക്കാദമിയുടെ ലളിതകല KPSC ലളിതനാലോക സിനിമ നടൻ മുരളിനെ ആലോചിക്കുക. മുരളി ചീരോത്ത്. സാഹിത്യ അക്കാദമിയുടെ മുഖപത്രങ്ങൾ സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം കിലയാണ്. കിലയുടെ ആസ്ഥാനം ചെറുതുരുത്തി തൃശ്ശൂരാണ്. ഗദ്ദിക എന്ന കലാരൂപത്തെ നല്ല രീതിയിൽ പ്രചരിപ്പിച്ച വ്യക്തി ആരാ? PK കാളൻ. ഗദ്ദിക ഒരു ആദിവാസി കലയാണ്. വയനാടാണുള്ളത്. PK കാളൻ. മൂന്നാളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ്. പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? സാഹിത്യ അക്കാദമിയുടെ KM പണിക്കര് അല്ലേ? ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയത് ഏതിലാ? വയലിനാണ് അല്ലേ? കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ആദ്യത്തെ തുള്ളൽ കലാകാരി ആരാണ്? കലാമണ്ഡലം ദേവകി അല്ലേ? കാനായി കുഞ്ഞിരാമൻ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? കാനായി കുഞ്ഞിരാമനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? KCS പണിക്കര് ധനപാലൻ ശിഷ്യനാണ്. രാജാരവിവർമ്മ അവാർഡ്, പിന്നെ തൃക്കുറിശ്ശി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലേ? തെയ്യം കലാകാരനായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആചരിച്ചതാരാ? തമ്പുരാൻ ഏതാണ്? ചിറക്കൽ തമ്പുരാനാണ് അല്ലേ? ചിറക്കൽ തമ്പുരാനാണ്. ഇനി മാണി മാധവ ചാക്യാരെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? കേരള കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരനാണ്. കൂടിയാട്ടത്തെ കുറിച്ച് നാട്യകൽപ്പദ്രുമം രചിച്ച മാണി മാധവ ചാക്യാരാണ്. 74 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഈ പത്മ സുബ്രഹ്മണ്യം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യം അല്ലേ? ഭരതനാട്യം. കഥകളിക്ക് അവലംബമായിരിക്കുന്ന സാഹിത്യ രൂപം ഏതാ? ആട്ടക്കഥ അല്ലേ? എൻ്റെ അമ്മേ, വയക്കങ്ങനെ ഭയങ്കര അല്ലേ? ഒരു ഒന്നര മണിക്കൂറോളം അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തേ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയാൽ മതി, നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ കല എന്ന ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കംപ്ലീറ്റ് ആക്കി കേട്ടോ. കല എന്ന ടോപ്പിക്ക് കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി പ്രീവിയസ് തേടി പോണ്ട കേട്ടോ. ഇനി നമുക്ക് കല, അടുത്ത് നമുക്ക് സാഹിത്യം, പിന്നെ സംസ്കാരം, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇനിയും കായികം. ഓക്കെ, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് അങ്ങനെ ഓരോരോ ക്ലാസ്സിലെടുത്തപ്പോൾ സാഹിത്യം ഒരു ടോപ്പിക്ക് ഒരു ക്ലാസ് എടുക്കുക, ഇതൊരു ക്ലാസ് എടുക്കുക, ഇതൊരു ക്ലാസ് എടുക്കുക. 4 ക്ലാസ്സോട് കൂടി ഈ ടോപ്പിക്കിൽ നിന്നുള്ള 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. ഇത്
കാരണം നല്ല വ്യൂസ് കമ്മിയാണ്, നമ്മുടെ ക്ലാസ്സിന് വ്യൂസ് നല്ല രീതിയിൽ കമ്മിയാണ്. ഞാൻ സിനോണിംസിന്റെ ക്ലാസ് ഇട്ടപ്പോൾ നല്ല രീതിയിൽ അതിന് റെസ്പോൺസ് തന്നു. അതുപോലെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നമുക്ക് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും ക്ലാസ്സുകളുടെ. ഇതിപ്പോൾ നമുക്ക് 1.1K അത്രയേ ഉള്ളൂ. പക്ഷെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇടുമ്പോൾ നോക്കട്ടെ, ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഞാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നോക്കട്ടെ. മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും അതിനനുസരിച്ചിരിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതിന് താഴെ കമൻറ്റ് ചെയ്യുക, വിലപ്പെട്ട കമൻറ്റുകൾ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നതിൽ ഒരുപാട് സന്തോഷം. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക, ലിങ്ക് താഴെ കൊടുക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അടുത്ത എക്സാമായി നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ട് പോകുക കേട്ടോ. നന്നായിട്ട് പഠിച്ചു മാറ്റുക, പുതിയതിലേക്കൊന്നും കിടക്കാതെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.